ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്കിൽ ഞാൻ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ചേർത്തിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു കേക്ക് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ കേക്കാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ എടുത്തിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം ഹാഫ് എടുത്താൽ മതിയാകും. മൈദ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പാണ്. വാനില എസൻസ് 2.5 ടീസ്പൂൺ. കൊക്കോ പൗഡർ 2 ടീസ്പൂൺ. കൊക്കോ പൗഡർ ചേർക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് വരാനാണ്. പക്ഷേ കൊക്കോ പൗഡർ കൂടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളർ പോലെയാകും. റെഡ് വെൽവെറ്റ് കേക്ക് ആകുമ്പോൾ റെഡ് കളർ തന്നെ ആവണമല്ലോ. അതുകൊണ്ട് കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. എഗ്ഗ് 6. പിന്നെ നമ്മൾ ഈ കേക്കിൽ ബട്ടറും ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലായ ബട്ടർ 100 ഗ്രാം. നമ്മൾ കേക്ക് ചെയ്യണമെന്ന് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച ബട്ടർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ. പിന്നെ ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 3/4 കപ്പ് പാലെടുത്തിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താ ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. പിന്നെ കളർ വേണം. നമ്മളെപ്പോഴും കളറൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയാലും വേണ്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള കളർ എടുക്കാൻ നോക്കണേ. ഞാനിപ്പോൾ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ കളർ ചേർക്കാം. പിന്നെ വിനീഗറും വേണം. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് സൈഡിലും താഴെയും ബട്ടർ പേപ്പർ ഇട്ട് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് വെച്ചിരിക്കുന്ന 3 കപ്പ് മൈദയും 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂണും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒന്നുകിൽ ഒരു 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ബട്ടറൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് തണുപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ബട്ടർ ജസ്റ്റ് ഒന്ന് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് വെച്ചിരിക്കുന്ന 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടി ആയതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പൊടിയൊക്കെ പറന്ന് ബൗളിന് വെളിയിലേക്ക് ഒന്നും പോകില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യണത്. ഇനി ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 6 എഗ്ഗ് ഓരോന്നോരോന്നായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ആണെങ്കിൽ ഒരെണ്ണം നമ്മൾ ചേർത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ അടുത്ത എഗ്ഗ് ചേർത്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്യണം. അങ്ങനെ 6 എഗ്ഗും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യണം. എഗ്ഗ് ഒരുമിച്ച് ചേർത്ത് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ അങ്ങ് പിരിഞ്ഞു പോകും. ആ എഗ്ഗും ചേർത്ത് കൊടുത്ത് ഇപ്പം നല്ലതുപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്തിരിക്കുന്ന 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഇല്ലേ, അത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മിൽക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള കളർ എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
കളർ ചേർത്ത് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറച്ചായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പം ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത ശേഷം 30 സെക്കൻഡിൽ കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വിണ്ട് കീറിയ പോലെ ഇരിക്കും. അതുകൊണ്ട് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കേക്കിലും ചെയ്യണ പോലെ നിങ്ങൾ സ്പാച്ചില കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും വിനേഗറും ഒക്കെ ചേർത്ത് നല്ലതുപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാനിപ്പം കേക്ക് ബാറ്റർ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവനിലല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും സോസ് പാനിലും ഒക്കെ ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പ്രീ ഹീറ്റായ ഓവനിൽ 150 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ചീസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലെടുക്കണേ. ഇനി ഫ്ലെയിം ഓണാക്കി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലൊന്ന് പതഞ്ഞ് തിളയ്ക്കാൻ വരുന്ന ഈ സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ വിനേഗർ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ഒരുമിച്ച് അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കില്ല. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം പിന്നെ അടുത്ത ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വിനേഗർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം അളവിൽ തന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ വിനേഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ നല്ലതുപോലെ പിരിഞ്ഞ് വെള്ളം യെല്ലോ കളർ പോലെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അടിയിലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയുടെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഇത് നമ്മൾ പനീർ ചെയ്തെടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പനീറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ചെറുതായിട്ട് വെള്ളം ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ക്രീം ആക്കാനുള്ളതാണല്ലോ. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ അരിച്ചെടുത്ത വെള്ളം നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. 1-2 സ്പൂൺ വെള്ളം ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഈ വെള്ളം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് ജാർ അടച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്രീമിയായി കിട്ടണം. അതുകൊണ്ട് ഇനി 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളം നമ്മൾ ടോട്ടൽ 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീം ചീസ് ഷോപ്പിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് വീട്ടിൽ ക്രീം ചീസ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഇത് കേക്കിൻ്റെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ സാൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ കുട്ടികൾക്ക് ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ ഇങ്ങനെ തേച്ച് കഴിക്കാൻ കൊടുക്കാനാണെങ്കിൽ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുകയാണ്. 150 ഡിഗ്രിയിൽ 40 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. മാവ് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തണുക്കാനായിട്ട് വെച്ച സമയം കൊണ്ട് ഞാനിപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. ഇതിന് മുന്നത്തെ കേക്കിലൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രീം ചീസ് എടുത്ത് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ വിപ്പിംഗ് ക്രീം റിച്ചായി നല്ല സിൽക്കി ടെക്സ്ചർ പോലെ ആയിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലോട്ട് 1/2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം.
കേക്ക് നല്ലതുപോലെ തണുത്ത് ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലെയറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിൾ എടുത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ്. ഈ ഷുഗർ സിറപ്പ് കേക്കിൽ നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ചേർത്തിട്ട് ഐസിങ് ചെയ്യുമ്പോഴുള്ള കേക്കിനൊരു സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ 3 ലെയറും വെച്ച് കൊടുക്കണം. ഐസിങ് നൈഫ് വെച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യവും ഐസിങ് നൈഫിലിരിക്കുന്ന ക്രീം ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം വീണ്ടും ഷേപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നല്ല ഷേപ്പിൽ വരില്ല. കേക്കിൻ്റെ സൈഡ്സിലും ടോപ്പിലും ഞാനൊന്ന് ഒരു കാർഡ് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കേക്ക് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. പിന്നെ കേക്കിൻ്റെ ചെറിയൊരു ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഹാർട്ട് ഷേപ്പിലുള്ള കുക്കീസ് കട്ടർ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഷേപ്പിലെടുക്കുകയാണ്. അങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന കേക്ക് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണം. അത് ചെറിയ പീസാക്കി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലതുപോലെ ചൂടാക്കി ഒന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കേക്കിൻ്റെ പൊടി ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ കേക്കിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നെയിം എഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ ദൈ ഷേപ്പിലുള്ള ഒരു അടപ്പ് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ക്രംസ് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്, കാർഡ് വെച്ച് കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ കേക്കിൻ്റെ ക്രംസ് ഞാനൊരിപ്പോൾ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കേക്കിൻ്റെ ക്രംസൊക്കെ മിഡിൽ ഭാഗത്തോട്ട് വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു അടപ്പ് വെച്ച് കൊടുത്തത്. ഇങ്ങനെ കേക്കിൻ്റെ എല്ലാ സൈഡ്സിലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടപ്പെടുത്ത് മാറ്റി ഈ പ്ലേസിൽ നമുക്ക് നെയിം എഴുതണം. ഞാൻ ഈ ഒരു കേക്ക് ചെയ്യണത് ഒരു സ്പെഷ്യലായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് സുമേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്യണത്. പിന്നെ കേക്ക് കട്ട് ചെയ്യണ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. കേക്ക് ബോർഡിലിരുന്ന കേക്കിൻ്റെ ക്രംസൊക്കെ മാറ്റി ഞാനിപ്പോൾ കേക്ക് ബോർഡ് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. മുകളിൽ ഡിസൈൻ കൊടുക്കാനായിട്ട് ഐസിങ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റാർ നോസിൽ 30 ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് അകലത്തിൽ ഫ്ലവർ പോലെ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് നേരത്തെ കേക്ക് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് വെച്ച് കൊടുക്കുകയാണ്. സെയിം നോസിൽ വെച്ച് തന്നെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് താഴോട്ടെടുത്താൽ മതിയാകും. നെയിം എഴുതാനായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്ത് ഐസിങ് ബാഗിലാക്കി ചെറുതായിട്ട് ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ഷുഗർ ബാൾസും കളർ ഷുഗർ ബാൾസും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ തണുപ്പിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേക്കിന്. അങ്ങനെ നമ്മുടെ കേക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്ന് കട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കേക്ക് കട്ട് ചെയ്ത ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കട്ട് ചെയ്യണതിന് മുന്നേ തന്നെ കേക്കിൻ്റെ വെയിറ്റ് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. 2.25 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു കേക്കിന്. ഈ കേക്ക് ഞങ്ങളുടെ നൈബേഴ്സൊക്കെ കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഈ കേക്ക് ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ അടിപൊളിയുടെ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.